ഹോം തിയേറ്റർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ എൻ്റെ സൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ഭാഗ്യരാജ് എന്ത് തരത്തിലുള്ള ശബ്ദ സ്പെസിഫിക്കേഷനാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് ഓൾറെഡി എല്ലാം തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 11.4.1 എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ഇവിടെ ശബ്ദത്തിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സഫീഷ്യൻ്റ് ആണ്. വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നതും ഇതിനെ ടെക്നിക്കലി സ്പെസിഫൈ ചെയ്തിരിക്കുന്നതും. സ്പെസിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് 4K പ്രൊജക്ടറാണ് ഇവിടെ എനിക്ക് ഭാഗ്യരാജ് സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു പിക്ചർ ആണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും BM ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയ ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാഗ്യരാജ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം കോലഞ്ചേരിക്കടുത്തുള്ള ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹരിപ്രസാദ് ബ്രോയുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള തിയേറ്ററിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ തിയേറ്ററിന്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ വർക്കിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും തിയേറ്ററിന്റെ അകത്തേക്ക് പോയിട്ട് തിയേറ്ററിന്റെ ഇന്റീരിയറും അതേപോലെ തന്നെ അതിന്റെ സൗണ്ട് സിസ്റ്റവും പ്രൊജക്ടറും കാര്യങ്ങളും തിയേറ്ററിന്റെ ടോട്ടൽ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ഇതിന്റെ തിയേറ്ററിന്റെ ഓണർ കൂടിയായിട്ടുള്ള ഹരിപ്രസാദ് ബ്രോയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ എല്ലാവർക്കും മറ്റൊരു കിടിലൻ തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓൾറെഡി തിയേറ്റർ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോർ പരിചയപ്പെടാം. ഇതൊരു സ്റ്റീൽ ഡോറാണ്. ഓൾറെഡി പല തിയേറ്ററിലും സ്റ്റീൽ ഡോർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗണ്ട് പ്രൂഫ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് പ്രൂഫിംഗ് ഡോറും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോർ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റു വീഡിയോയിൽ നമ്മൾ ഡോർ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡോറൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത്. ഒരു സ്റ്റീൽ ഡോറാണ്. നമുക്ക് ഈ ഒരു ഡിസൈനിൽ വുഡിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും സൗണ്ട് പ്രൂഫിംഗ് ഡോറായിട്ട്. അത്യാവശ്യം സൗണ്ട് പ്രൂഫിംഗ് ആണ്. ഇപ്പോൾ അത്യാവശ്യം ഓൾറെഡി നമ്മൾ തിയേറ്ററിനകത്ത് ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരി സൗണ്ട് പോലും നമുക്ക് പുറത്ത് വരുന്നില്ല. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് തിയേറ്ററിന് അകത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷം. ഇപ്പൊ തിയേറ്റർ തുറക്കുമ്പോൾ നമുക്ക് സൗണ്ട് മനസ്സിലാവും. ഇപ്പൊ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഡോർ ഒന്ന് കാണിച്ചു തരാം. What's her status? She's unconscious now. Rape ആണ്.
എനിക്ക് നോക്ക്. ഉറപ്പല്ലേ? ഹരീഷ്, കുട്ടിയുടെ ശരീരത്തിൽ സെമൻ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിത്തൊടിയിൽ ഫിംഗർ പ്രിന്റ്സ് കാണുന്നില്ല, മാത്രമല്ല അത് കുറച്ച് പഴകിയതുമാണ്. അതുകൊണ്ട് തന്നെ ട്രേസ് ചെയ്യാൻ പാടായിരിക്കും. Just perfect story. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 11.1.4 ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ ഒരു ഡോൾബി അറ്റ്മോസ് 4K തിയേറ്റർ ആണ് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു സ്പീക്കർ പാക്കേജ് കാര്യങ്ങൾ അതുപോലെ തന്നെ AVR കാര്യങ്ങളൊക്കെ കിടക്കണമെങ്കിൽ സ്പീക്കർ പാക്കേജ് നമ്മൾ ഫ്രണ്ടിൽ LCR ആയിട്ട് കൊടുത്തിട്ടുള്ള ക്ലിപ്സ് ബ്രാൻഡിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ് സ്പീക്കേഴ്സിൽ നമുക്ക് കൊടുത്തിട്ടുള്ള വാർഫ്ഡേലിന്റെ സ്പീക്കേഴ്സ് ആണ്, ബുക്ക് സ്പീക്കേഴ്സ് ആണ്. സീലിംഗിൽ നമുക്ക് കൊടുത്തിട്ടുള്ള അറ്റ്മോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡാലി ബ്രാൻഡിൽ വരുന്ന സീലിംഗ് സ്പീക്കേഴ്സ് ആണ് അറ്റ്മോസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ AVRലേക്ക് വരണമെങ്കിൽ ഇന്റഗ്രേറ്റഡ് 11 ചാനൽ AVRും അതോടൊപ്പം തന്നെ ക്രൗൺ ബ്രാൻഡിൽ വരുന്ന ഒരു 2 ചാനൽ പവർ ആകുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. സബ് ഊഫറിലേക്ക് വരണമെങ്കിൽ 12 ഇഞ്ചിന്റെ ഒരു ക്ലിപ്സിന്റെ സബ് ഊഫറാണ് ഈ ഒരു തിയേറ്റർ പാക്കേജിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് തിയേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സ്ക്രീനിലേക്ക് വരണമെങ്കിൽ എലൈറ്റ് ബ്രാൻഡിൽ വരുന്ന 120 ഇഞ്ചിന്റെ അക്വസ്റ്റിക്കലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫറേറ്റർ സ്ക്രീനാണ് നമ്മൾ സ്ക്രീനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 120 ഇഞ്ചാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു സംശയം ഉണ്ടാവും ഇതിന്റെ റൂമിന്റെ സൈസ്. അപ്പോൾ റൂമിന്റെ സൈസിലേക്ക് വരണമെങ്കിൽ 20 ഫീറ്റ് ലെങ്ത് പോലെ തന്നെ 12 ഫീറ്റ് ആണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഒരു 20/12 റൂം സൈസിലാണ് നമ്മൾ 11.1.4 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ തിയേറ്റർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഓരോ 3Dയിലേക്ക് കോൺഫിഗർ ചെയ്യാവുന്ന രീതിയിലാണ് തിയേറ്റർ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തിയേറ്ററിന്റെ ഏറ്റവും കംഫർട്ട് സോൺ ആയിട്ടുള്ള ചെയറിലേക്ക് വരണമെങ്കിൽ 8 പുഷ് ബാക്ക് ചെയർസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്റീരിയറിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക് തീമിലുള്ള 8 പുഷ് ബാക്ക് തിയേറ്റർ പുഷ് ബാക്ക് ചെയർസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 റോ ആയിട്ടാണ് ഇതെല്ലാം അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11.1.4 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ റൂമിന്റെ സൈസ് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ അക്വസ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലെയർ അക്വസ്റ്റിക് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിലും അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സും സബ് ഊഫറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അക്വസ്റ്റിക് 3 ലെയർ അക്വസ്റ്റിക്കിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ബെഡ് പാനൽ വെച്ചിട്ടുള്ള ലാസ്റ്റ് അതായത് 3rd ലെയർ അക്വസ്റ്റിക് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അകത്ത് നമ്മൾ 2 ലെയേഴ്സ് ആയിട്ട് പോളി സിന്തറ്റിക് വൂളിന്റെ 2 ലെയേഴ്സ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ലെയർ അക്വസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മറ്റുള്ള തിയേറ്ററിൽ പറയുന്ന പോലെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫാബ്രിക് സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പല വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൈമിൽ പറഞ്ഞ അപ്ഡേഷൻ ഇപ്പോൾ ഈ തിയേറ്ററിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഓരോരുത്തരിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിൽ പൊടി ഡസ്റ്റ് കാര്യങ്ങൾ വരാതെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാബ്രിക് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ലൈറ്റ്സോ കാര്യങ്ങളോ സ്പീക്കേഴ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ വളരെ ഈസി ആയിരിക്കും. മുമ്പ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇതിന്റെ മീഡിയ പ്ലെയറിലേക്ക് വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ അറ്റ്മോസ് ചെയ്യുന്നതിന്റെ പേരിൽ ആപ്പിൾ ടിവിയുടെ 4K സ്ട്രീമിംഗ് ഡിവൈസ് ആണ് നമ്മൾ ഓൾറെഡി ഈ തിയേറ്ററിൽ സ്ട്രീമിംഗ് ഡിവൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഫ്യൂച്ചറിലേക്ക് ഓരോരുത്തരിലേക്ക് കൺഫിഗർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡ്യൂണിന്റെ ഡിവൈസ് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് കണക്ട് ഉള്ള ഏതെങ്കിലും ഡിവൈസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ തിയേറ്ററിന്റെ ടോട്ടൽ എക്സ്പീരിയൻസും എങ്ങനെയുണ്ട് ഹോം തിയേറ്ററിലേക്ക് വന്നതും എന്നുള്ളതും അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടും ഇതിന്റെ ടോട്ടൽ എക്സ്പീരിയൻസും എന്താണെന്നുള്ളത് ഇതിന്റെ തിയേറ്ററിന്റെ ഓണർ കൂടിയിട്ടുള്ള ഹരിപ്രസാദ് സാറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ സാറോട് ഓൾറെഡി ഇത് നമുക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. അപ്പോൾ നമുക്ക് ഇതേ സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഹരിപ്രസാദ്.
ആദ്യമായി ഈ തിയേറ്ററെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനും ഭാഗ്യരാജും തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചാണ്. ഈ സിനിമാ തിയേറ്റർ എന്നുള്ള സങ്കല്പത്തിന് ഒരു ഭ്രാന്ത് എന്നുള്ളതിനെ കഴിഞ്ഞ് അതുക്കും മേലെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, സിനിമാ തിയേറ്റർ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു ബന്ധമല്ല ഭാഗ്യരാജുമായിട്ട്. ഞങ്ങൾ ഒരു 2.5 വർഷമായിട്ട് സംസാരിക്കാറുണ്ട്, തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കിനെ കുറിച്ചും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, അതിൻ്റെ റിവ്യൂസ് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അതിന് ഒരു തിയേറ്റർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീടല്ലായിരുന്നു എൻ്റെ. അപ്പോൾ അതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയും ഒടുവിൽ റിനോവേഷൻ റിനോവേഷൻ ആയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ഹോം തിയേറ്റർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ എൻ്റെ സൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ഭാഗ്യരാജ് എന്ത് തരത്തിലുള്ള ശബ്ദ സ്പെസിഫിക്കേഷനാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് ഓൾറെഡി എല്ലാം തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 11.4.1 എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ഇവിടെ ശബ്ദത്തിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സഫീഷ്യൻ്റ് ആണ്. വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നതും ഇതിനെ ടെക്നിക്കലി സ്പെസിഫൈ ചെയ്തിരിക്കുന്നതും. ഒരു സിനിമാ തിയേറ്ററിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് 4K പ്രൊജക്ടറാണ് ഇവിടെ എനിക്ക് ഭാഗ്യരാജ് സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു പിക്ചർ ആണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അത് 4Kയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്റർ കാണാനായിട്ട് നമുക്ക് ഓൺലൈൻ സ്ട്രീമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ HD മതി എന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ ആമസോണിലായാലും നെറ്റ്ഫ്ലിക്സിലായാലും ഫുൾ HD മൂവീസാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 2023 മുതൽ നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും 4K മൂവീസ് ഇപ്പോൾ പുതിയ വരുന്ന എല്ലാ മൂവീസും, അതായത് OTT കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്ന മൂവീസ് പറ്റ്മോസിൽ ഇറക്കുന്നു, അതേപോലെ തന്നെ 4Kയിൽ ഇറക്കുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഇനി ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഡോൾബി അറ്റ്മോസ് എങ്കിൽ മിനിമം ചെയ്യണം സൗണ്ടിൻ്റെ കേസിൽ. അതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 4K ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അപ്ഡേഷനിലേക്ക് പോകേണ്ടി വരില്ല. കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഡോൾബി അറ്റ്മോസ് ചെയ്യണം അല്ലെങ്കിൽ 4K ചെയ്യണം എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫുൾ HD മതി. ശരിക്കും എക്സാക്ട്ലി നമുക്കൊരു തിയേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ഒക്കെ മീൻ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഫുൾ HD നമുക്ക് മതി. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു 4K അല്ലെങ്കിൽ ഒരു അറ്റ്മോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാവിയിലെ അപ്ഡേഷൻ ഒഴിവാക്കാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു തിയേറ്ററിൽ അറ്റ്മോസ് പ്ലസ് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മൊരു 4K പ്രൊജക്ടറും സജസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ബ്രോയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഓൾറെഡി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ബ്രോ, നമ്മൾ ഒരു 2.5 വർഷത്തോളം നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി ഒരു തിയേറ്റർ ചെയ്യാൻ പോകുന്നവരോട് ബ്രോയ്ക്ക് പേഴ്സണലായിട്ട്, ഇപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയുന്നില്ല, എന്താണ് പേഴ്സണലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ആദ്യമായിട്ട് നമ്മളൊരു തിയേറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സ്വപ്നം വലിയൊരു എന്താ പറയുന്ന മല പോലെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഭാഗ്യരാജിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരികയും പല സജഷൻസ് വരികയും അങ്ങനെയാണ് പല ബഡ്ജറ്റുകളിലും നമുക്ക് ഹോം തിയേറ്റർ ചെയ്യാം എന്നുള്ളൊരു ആശയമാണ്. അത് വളരെ ലോ ബഡ്ജറ്റിലും നമുക്ക് ചെയ്യാം, വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാം, അതുപോലെ വളരെ ഹൈ ബഡ്ജറ്റിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ കുടുംബം എല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഇരുന്ന് സിനിമ കാണാറുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തിയേറ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഏത് ബഡ്ജറ്റിലാണെങ്കിലും, നിങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള ബഡ്ജറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഭയക്കാതെ തന്നെ BM സിനിമാസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ എല്ലാവിധ ഗ്യാരണ്ടിയും ഉറപ്പാണ്. നമ്മുടെ ബ്രോ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ബഡ്ജറ്റ് ഒരു പ്രധാന ഘടകമാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ആഗ്രഹമാണ് ഒരു തിയേറ്റർ, ഒരു വീട് വെക്കുന്ന പോലെ തന്നെ വളരെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ വീട്ടിലൊരു തിയേറ്റർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തിയേറ്ററിന് വേണ്ടി ഒരു ബഡ്ജറ്റ് കണ്ടെത്തി ആ ഒരു ബഡ്ജറ്റ് പാക്കേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് ആദ്യമേ തന്നെ ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കണമെങ്കിൽ നമ്മൊരു ഹൗസ് വാമിങ് അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ കടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. കാരണം നമുക്ക് ഇനി EMI ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എല്ലാവർക്കും EMI ഫെസിലിറ്റി കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും
നടക്കുമോ എന്ന് അറിയില്ല, എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബഡ്ജറ്റ് എപ്പോഴും ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ബഡ്ജറ്റിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് ചർച്ചകൾ, അതേപോലെ തന്നെ ബ്രോ പറഞ്ഞോളൂ, ഞങ്ങൾ 2.5 വർഷത്തോളമായി നമ്മൾ തമ്മിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരുപാട് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു തിയേറ്ററിന്റെ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഹോം തിയേറ്ററിനുള്ള പ്രൊവിഷൻ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് ചെയ്യാം, ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആരായിട്ടായാലും ഒരുപാട് ചർച്ചകളും തീരുമാനങ്ങളും എടുത്തിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നതായിരിക്കും വളരെ ഒരു നന്നായിട്ടുണ്ടാവുക. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ വളരെ സന്തോഷം നമുക്കിങ്ങനെ ഒരു വീഡിയോ Thank you. വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തിയേറ്ററും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ ഇതുപോലെ മനോഹരമായ ഒരു തിയേറ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ഭാഗ്യരാജ്.